പ്രൈസ് ലോർഡ്. ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ദൈവമക്കളെ, നമ്മളെ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് മാറ്റിക്കളവാൻ തക്കവണ്ണം ശത്രുവായ പിശാച് എന്ത് വേണേലും നമുക്കെതിരായിട്ട് യൂസ് ചെയ്യും. നമ്മുടെ മനസ്സിൽ ഒത്തിരി നെഗറ്റീവ് തോട്ട്സ് ഈ പിശാച് കൊണ്ടിടും. അങ്ങനെ വരുമ്പോൾ നമുക്ക് തന്നെ ഒരു തോന്നൽ വരും, ദൈവത്തിൻ്റെ ഈ വാഗ്ദത്തങ്ങളുടെ ആ നന്മകൾ അത് പ്രാപിക്കാൻ തക്കവണ്ണം ഞാൻ അത്ര നല്ലതൊന്നുമല്ലല്ലോ, ഞാനത് ഡിസേർവ് ചെയ്യുന്നില്ല. ഇങ്ങനെയുള്ള നെഗറ്റീവ് തോട്ട്സ് കൊണ്ടുവന്നിട്ട് നമ്മെ നിരുത്സാഹപ്പെടുത്തുന്ന ഒരു പിശാചുണ്ടെന്നുള്ളത് ഒരിക്കലും മറന്നു പോകരുത്. എന്നാൽ ദൈവം നമ്മെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്താണെന്നും അവൻ നമ്മെക്കുറിച്ച് അനാദികാലം മുതൽ തനിക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നത് നമ്മിൽ കൂടി വെളിപ്പെടുത്തുവാൻ അവൻ ആഗ്രഹിക്കുന്നു എന്നുമുള്ളത് നാം മറന്നു പോകരുത്. ശത്രു എപ്പോഴൊക്കെ നമ്മെ അറ്റാക്ക് ചെയ്യുവാൻ തുടങ്ങുന്നുവോ അതിനോട് എതിർത്ത് നിൽപ്പാൻ തക്കവണ്ണം എങ്ങനെയെന്ന് തക്ക സമയത്ത് ദൈവം നമുക്ക് ബുദ്ധി ഉപദേശിച്ച് തരും. പ്രൈസ് ലോർഡ്. അല്പനേരത്തെ ചിന്തിക്കായിട്ട് എഫേസ്യർ 6-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം. പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുവിൻ. ഇവിടെ ഞാൻ സർവായുധവർഗത്തെക്കുറിച്ച് ഒന്നും പറയുന്നില്ല. പക്ഷെങ്കിൽ പിശാചിന് തന്ത്രമുണ്ടെന്നും അതിനോട് നാം എതിർത്ത് നിൽക്കേണ്ടവരാണെന്നും നാം മനസ്സിലാക്കിയിരിക്കണം. നമ്മുടെ മനസ്സ് എപ്പോഴും പലവിധ ചിന്തകളിലാണല്ലോ, പലതും നാം ചിന്തിക്കുന്നുണ്ടല്ലോ, അല്ലേ? ചില സമയത്ത് ഈ ചിന്തകളെല്ലാം കൂടെ അങ്ങോട്ട് ഓവർഫ്ലോ ചെയ്യുമ്പോൾ നമുക്ക് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥകൾ വരും. നമ്മൾ ഒരു പ്രോബ്ലം ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും വേറൊരു പ്രോബ്ലം കയറി വരുന്നത്, അല്ലെങ്കിൽ ആ പ്രോബ്ലത്തെ വേറൊരു വിധ പ്രോബ്ലത്തിലേക്ക് പിശാച് തള്ളി നീക്കും. എന്നാണെങ്കിലും നമ്മുടെ മനസ്സിനെ അറ്റാക്ക് ചെയ്യുവാൻ ദുഷ്ടനായ പിശാച് സമർത്ഥനാണ്. അതും അവൻ റെസ്റ്റില്ലാതെ അവൻ കോൺസ്റ്റൻ്റായിട്ട് നമ്മുടെ നേരെ ആയുധങ്ങളെ പ്രയോഗിച്ചുകൊണ്ടിരിക്കും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അവൻ പറയുന്നതൊക്കെ നുണയാണ് കേട്ടോ. നമുക്കറിയാവുന്ന, വളരെ അറിയാവുന്നൊരു വാക്യമാണല്ലോ 1 പത്രോസ് 5:8-9. അനേക പ്രാവശ്യം നമ്മുടെ ഡിവോഷൻ സ്റ്റഡിയിലൊക്കെ നമ്മൾ ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്തിട്ടുള്ളൊരു വാക്യമാണ്. നിർമ്മതരായിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞ് ചുറ്റി നടക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്കുള്ള സഹോദരവർഗത്തിന് ആ വക കഷ്ടപ്പാടുകൾ തന്നെ പൂർത്തിയായി വരുന്നു എന്നറിഞ്ഞ് വിശ്വാസത്തിൽ സ്ഥിരമുള്ളവരായി അവനോട് എതിർത്ത് നിൽപ്പീൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരു ക്ലിയർ മൈൻഡോടുകൂടി നാം ആയിരിക്കണമെന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതിനൊക്കെ നാം ശ്രദ്ധ കൊടുക്കണമെന്നും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിലൂടെ പത്രോസ് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. നാം അലേർട്ടായിരിക്കണം. കാരണം നമ്മുടെ ജീവിതത്തിൽ ദോഷം വരുത്തുവാൻ പിശാച് ഏത് സമയത്ത് വേണേലും ശ്രമിക്കും. അവർ പ്ലേസ് ഇൻ ദ കിങ്ഡം ഈസ് സെക്യൂർ. പിശാചിനതറിയാം. പിശാച് അതുകൊണ്ട് ഇത് മനസ്സിലാക്കുന്നത് കൊണ്ട് നമ്മെ അതിൽ നിന്ന് അകറ്റിക്കൊണ്ടുപോകാൻ അവൻ ശ്രമിക്കും. നമ്മുടെ വിശ്വാസത്തെ ഒന്ന് ഇളക്കാൻ, ഒന്ന് തകർക്കാൻ, ദൈവത്തിലുള്ള ആശ്രയത്തെ ഒന്ന് ഇല്ലാതാക്കാൻ പിശാച് എന്ത് തന്ത്രം വേണമെങ്കിലും ഉപയോഗിക്കും. പക്ഷെ നാം ഉറപ്പോടെ നിൽക്കണം. സ്ട്രോങ് ഫെയ്ത്ത്. ശത്രുവിൻ്റെ അറ്റാക്ക് വരുന്ന സമയത്ത് നാം സൂക്ഷിക്കണം. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളിൽ നാം വിശ്വസിക്കണം. അതുകൊണ്ട് നാം ദൈവത്തോട് പ്രാർത്ഥിക്കണം, കർത്താവേ, എപ്പോൾ എൻ്റെ മനസ്സിങ്ങനെ വോണ്ടർ ചെയ്യാൻ തുടങ്ങുന്നോ, എപ്പോൾ എൻ്റെ മനസ്സ് നെഗറ്റീവ് തോട്ട്സിലേക്കും നെഗറ്റീവ് സംഗതികളിലേക്കും പോകുന്നോ, അപ്പോൾ നീ എന്നെ ബലപ്പെടുത്തണേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. തീർച്ചയായിട്ടും ദൈവം നമ്മളെ സഹായിക്കും. ഡെയിലി സഹായിപ്പാൻ അവൻ സന്നദ്ധനാണ്. ഫിലിപ്പിയർ
4-ാം അധ്യായത്തിൻ്റെ 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ നോക്കുമ്പോൾ നാം ഇങ്ങനെ കാണുന്നുണ്ട്. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തു യേശുവിങ്കൽ കാക്കും. ഒടുവിൽ സഹോദരന്മാരെ, സത്യമായതൊക്കെയും ഘനമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായത് ഒക്കെയും രമ്യമായതൊക്കെയും സൽകീർത്തിയായതൊക്കെയും സൽഗുണമോ പുകഴ്ചയോ അതൊക്കെയും ചിന്തിച്ച് കൊള്ളുവിൻ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നമുക്കെല്ലാം ദൈവത്തിൻ്റെ സമാധാനം ആവശ്യമാണ്. ദൈവത്തിൻ്റെ സമാധാനം ദൈവം നമുക്ക് തരുന്ന ഒരു ഗിഫ്റ്റാണ്. അത് നാം ഓരോ ദിവസവും ചെറിഷ് ചെയ്യണം. നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും നമ്മുടെ ആത്മാവും സമാധാനത്തിൽ സൂക്ഷിക്കപ്പെടേണ്ടതാകുന്നു. പക്ഷെങ്കിൽ നമ്മുടെ സമാധാനത്തെ നശിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വറിയാണ്. വറി, ഹല്ലേലൂയ. അതാണ് ശത്രു എപ്പോഴും നമ്മുടെ നേരെ ഉപയോഗിക്കുന്നത്. നമ്മളെ വറിയടിപ്പിക്കാൻ പിശാചിന് കഴിഞ്ഞാൽ അവന് അറിയാം നമ്മുടെ മനസ്സിലേക്കുള്ള വഴി അവൻ തുറന്നിരിക്കുക. അവന് നമ്മുടെ മനസ്സിലേക്കുള്ള ആക്സസ് കിട്ടിക്കഴിയും. നമ്മുടെ ചിന്താമണ്ഡലത്തിലേക്കുള്ള പ്രവേശനം ശത്രു നേടിയെടുക്കും. എന്നിട്ട് നമ്മൾ വറിയടിക്കുമ്പോൾ എന്തു പറ്റുമെന്നറിയാമോ ദൈവമക്കളെ? നമ്മുടെ വിഷയത്തെ ചൊല്ലിയൊക്കെയുള്ള നമ്മുടെ ആ ആറ്റിറ്റ്യൂഡുണ്ടല്ലോ, അതിന് വ്യത്യാസം വരാൻ തുടങ്ങും. സംശയം നമ്മിലേക്ക് നുഴഞ്ഞു കയറുവാൻ തക്കവണ്ണം തുടങ്ങും. ചെറിയ സംഗതികൾക്ക് പോലും നാം വിചാരപ്പെടുവാൻ തുടങ്ങും. ഇപ്പോൾ കോൺസ്റ്റൻ്റായിട്ട് അവൻ ദൈവത്തിൻ്റെ സാന്നിധ്യം, നാമും ദൈവവുമായിട്ടുള്ള ബന്ധത്തെ അകറ്റിക്കൊണ്ടു പോകുവാൻ തക്കവണ്ണം ശത്രു ശ്രമിക്കും. നാം എന്ത് ചെയ്യണമെന്നറിയാമോ? വി മസ്റ്റ് സ്റ്റേ റൂട്ടഡ് ഇൻ സ്ക്രിപ്ചർ ആൻഡ് ലിവ് ഇൻ ഗോഡ്സ് പീസ്. നാം വചനത്തിൽ വേരൂന്നിയവരായിട്ട് ദൈവത്തിൻ്റെ സമാധാനത്തിൽ നിൽപ്പാൻ നമുക്ക് കഴിയണം. വിശ്വാസത്തിൻ്റെ പരിച നാം എടുക്കണം. ദൈവത്തെ നാം ഉത്സാഹത്തോടുകൂടി അന്വേഷിക്കണം. നമ്മുടെ ഭാരങ്ങളൊക്കെ അവൻ്റെ മേൽ ഇടണം. അവൻ്റെ പ്രോമിസസൊക്കെ നാം ഓർക്കണമേ. നമ്മുടെ ദൈവം വിശ്വസ്തന. ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞ ഫിലിപ്പിയർ 4-ാം അധ്യായം 6, 7, 8 വാക്യങ്ങൾ, എപ്പോൾ കുഞ്ഞെ നിനക്കൊരു വറി വരുന്നോ അപ്പോൾ നിനക്ക് അപ്ലൈ ചെയ്യുവാനായിട്ടുള്ള ഒരു പെർഫെക്റ്റായിട്ടുള്ള ഒരു വചനഭാഗമാണ്, സ്ക്രിപ്ചറാണ് അത്. പ്രൈസ് ഗോഡ്. അതിനകത്ത് ബുദ്ധിമുട്ടുള്ള സമയങ്ങൾ വരുമ്പോൾ നാം എന്ത് ചെയ്യണമെന്നുള്ള സിമ്പിളായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ദൈവം നമുക്ക് തരുന്നു. പ്രെയർ ആൻഡ് പ്രാക്ടീസ്. നാം എത്രത്തോളം കൂടുതൽ പ്രാർത്ഥിക്കുമോ അത്രത്തോളം നാം ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ ആയിത്തീരും. എത്രത്തോളം നാം പ്രാക്ടീസ് ചെയ്യുന്നോ നമുക്ക് ദൈവത്തിൻ്റെ സമാധാനം എക്സ്പീരിയൻസ് ചെയ്യുവാൻ തക്കവണ്ണം പറ്റും. അതേസമയം നമ്മുടെ വിശ്വാസം വർദ്ധിക്കും. സംശയവും ഭയവും നമ്മളിൽ നിന്ന് അകന്ന് മാറും. നാം ദൈവത്തിൽ കൂടുതൽ ആശ്രയിപ്പാനായിട്ട് കഴിയും. നമുക്കതിനായിട്ട് കഴിയണം. ഇല്ലെങ്കിൽ എന്തു പറ്റുമെന്നറിയാമോ? നാം ചില ഭാരങ്ങൾ നമുക്ക് ചുമക്കേണ്ടതായിട്ടുള്ളതല്ല. നമ്മൾ സ്വാതന്ത്ര്യമായിട്ട് ഭാരമില്ലാതെ, ഒരു പാട്ടുണ്ടല്ലോ, ഭാരമെന്നെ ജീവിക്കുവാൻ എൻ ഭാരമെല്ലാം ചുമന്നവനേ, ആശ്രയം നീ മാത്രമൻ, അല്ലേ? നീ മാത്രമാണ് എൻ്റെ ആശ്രയം. നാം ആശ്രയിക്കുന്ന നമ്മുടെ ദൈവം നമ്മുടെ ഭാരങ്ങൾ ചുമന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് നമ്മളൊരു ബോർഡിനും ക്യാരി ചെയ്യേണ്ട കേട്ടോ. കർത്താവ് പറഞ്ഞെന്തോ, നിൻ്റെ ഭാരം എൻ്റെ മേൽ ഇട്ടുകൊള്ളുവാൻ, നിൻ്റെ ചിന്താകുലം എൻ്റെ മേൽ ഇട്ടുകൊള്ളുവാൻ. എന്തുകൊണ്ടാണ് ഇടാനായിട്ട് ദൈവം പറയുന്നത്? അവൻ നമുക്ക് വേണ്ടി കരുതിക്കൊള്ളും. നാം ഒരു സംഗതിയുടെ, ഒരു വിഷയത്തിൻ്റെ ആരംഭം മാത്രം അറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവപൈതലെ ഓർക്കണമേ, ദൈവം ആരംഭവും അവസാനവും ഒരുപോലെ അറിയുന്നവനാ. പ്രൈസ് ഗോഡ്. ആ നല്ല ദൈവത്തിൻ്റെ അണിപ്പാടുള്ള കരങ്ങളിൽ നാം നമ്മുടെ വിഷയം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നാം ഭാരപ്പെടേണ്ട കാര്യമേ ഇല്ല.
പ്രൈസ് ഗോഡ്. നമ്മുടെ നന്മയ്ക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കും. അതുകൊണ്ട് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിന് പ്രാധാന്യം കൊടുത്ത് ആ സാന്നിധ്യം അനുഭവിപ്പാൻ തക്കോണം ഏൽപ്പിച്ചു കൊടുക്കുക. ദൈവം നമ്മുടെ വിഷയത്തെ ഹാൻഡിൽ ചെയ്യട്ടെ. അതുകൊണ്ട് ജീവിതത്തിൻ്റെ ഏത് സ്പെസിഫിക് ഏരിയയിൽ പ്രശ്നം അനുഭവിക്കുന്നുവോ, ഈ ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിനകത്തെ കാര്യങ്ങൾ ജീവിതത്തിൽ അപ്ലൈ ചെയ്ത് മുന്നോട്ട് സന്തോഷത്തോടെ ജീവിപ്പാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നമ്മുടെ കണ്ണ് യഹോവയിൽ തന്നെ ഫിക്സ് ചെയ്തിരിക്കട്ടെ. ഏതാണ് നമുക്ക് ഹോണറബിളായിട്ടുള്ളത്, ഏതാണ് നമുക്ക് റൈറ്റായിട്ടുള്ളതെന്ന് മനസ്സിലാക്കി ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ താണിരുന്നാൽ തീർച്ചയായിട്ടും ഏത് ആയുധമുറകൾ പിശാച് നമ്മുടെ നേരെ ഉപയോഗിച്ചാലും അതിനെതിരെ ഫൈറ്റ് ചെയ്യുവാൻ തക്കോണം ദൈവം നമ്മെ എക്വിപ്പ് ചെയ്യും. പ്രൈസ് ഗോഡ്. നമ്മുടെ തല കുനിയുവാൻ അവൻ സമ്മതിക്കത്തില്ല. ആ നല്ല ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് സമർപ്പിച്ചു കൊടുക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, സൽകീർത്തിയായത് ചിന്തിപ്പാൻ, ദൈവീയ സമാധാനം അനുഭവിപ്പാൻ, ആകുല ചിന്തകളെ വിട്ടുകളവാൻ, ഭാരങ്ങളെ യഹോവയിൽ അർപ്പിപ്പാൻ, വിശ്വാസ ജീവിതം ധന്യതയോടുകൂടി ഓടുവാൻ, ദൈവസാന്നിധ്യത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ജീവിപ്പാൻ എല്ലാം നീ ഞങ്ങളെ സഹായിക്കണം. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു.